എന്റെ 3 അയച്ചു കഴിഞ്ഞു. നിന്റെ ഒരെണ്ണം ദേവർ അയച്ചു കഴിഞ്ഞിട്ടില്ലേ? പൊട്ടിപ്പൊളിഞ്ഞ് പപ്പടായി പോയി സാധനം മൊത്തം. ചേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു എങ്ങനെയാണ് കെട്ട്. അതാണ് ഞാൻ മുകളിൽ കയറി നിൽക്കണം. ചിലപ്പോൾ കയറങ്ങനെ കെട്ടുകൂടി അടുത്തട്ടിട്ട് തുടങ്ങി കേട്ടോ. ബോഡിയൊക്കെ പൊളിഞ്ഞു പോകുന്ന മേടിച്ചിട്ട് ഞാൻ നിൽക്കണത്. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാം? തിരുവനന്തപുരത്താണ്. തിരുന്നത് കാട്ടാക്കട പോകുന്ന വഴിക്കാണ് കേട്ടോ. കാട്ടാക്കട പോകുന്ന വഴിക്ക് കട്ടൻസ് കയറ്റാനായിട്ട് വന്നതാണ്. അപ്പോൾ വണ്ടി വേബ്രിഡ്ജിൽ ഇതേ തൂക്കം നോക്കാനായിട്ട് നിർത്തിയേക്കണം. അപ്പോൾ ആഴ്ച ഒരു കാര്യം ചെയ്ത് ഉള്ളിലേക്ക് കയറിക്കുക. ബാക്കി കഥയൊക്കെ ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറയാം. മഴയാണല്ലോ. അപ്പോൾ നിങ്ങളോടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ വണ്ടി ഞങ്ങൾ ദേ ഇവിടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഇവിടെ നന്നായിട്ട് ഒതുക്കി അങ്ങ് നിർത്തി. ഇന്ന് ദേ ഇപ്പോൾ ഇതിനകത്തേക്ക് കയറ്റി നിർത്തി തൂക്കം നോക്കി കഴിഞ്ഞു. ഇനി നേരെ തൊട്ട് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ ലോഡ് കയറ്റാനുള്ള സ്ഥലം. അപ്പോൾ ലോഡ് കയറ്റാനുള്ള സ്ഥലത്തേക്ക് ഇറക്കി നിർത്താമെന്ന് വെച്ചിട്ടാണ്. ഇത് ഇവിടെ വേബ്രിഡ്ജും പിന്നെ എനിക്ക് തോന്നുന്നു താമസമൊക്കെ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇന്നലെ ഇതിൻ്റെ അവിടെ തന്നെ ഒരു അടിപൊളി ബാത്റൂമും കാര്യങ്ങളൊക്കെ കിട്ടി. കുളിച്ച് ഡ്രസ്സ് മാറാനും അതുപോലെ ഫുൾ ഓക്കെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇന്നലെ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി. ഇന്ന് രാവിലെ ദേ ഇപ്പോൾ സമയം 9 മണിക്ക് കഴിഞ്ഞു. 9:30 ആയിട്ടും കയറ്റാനുള്ള ആൾക്കാർ വന്നില്ല. 6:00 വരുമെന്ന് പറഞ്ഞത്. പക്ഷേ 9:30 ആയിട്ടും വന്നിട്ടില്ല. അത് കാരണം വേറെ ഒന്നുമല്ല, മഴ അപ്പം മുതൽ ഇന്നലെ രാത്രി ഞങ്ങൾ വന്നപ്പോൾ മുതൽ മഴ പെയ്യണതാണ്. കയറ്റി തരും എന്നുള്ളതാണ് കേട്ടോ പറഞ്ഞത്. മഴ പെയ്താലും പ്രശ്നമുള്ള കേസല്ല, കയറ്റും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാജേഷ് നേരെ ബാക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തടിയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ബാക്ക് എടുക്കണു. നേരെ റോട്ടിലേക്ക് ബാക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കയറി വരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ ഇങ്ങനെ കയറി വരാം. നോക്കിയെടുത്തില്ലെങ്കിൽ മഴയാകുമ്പോൾ ഇല്ലേ എവിടെയെങ്കിലും ഒന്ന് അലമ്പിയ അപ്പം തന്നെ നിൽക്കൂട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ കിടക്കുന്ന കട്ടൻസാണ് കേട്ടോ നമുക്ക് കയറ്റാനുള്ളത്. അപ്പോൾ അത് നേരെ വണ്ടി ഇങ്ങോട്ടേക്ക് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറ്റാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി കറക്റ്റ് കയറ്റാനുള്ള സ്ഥലത്ത് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. ഇത് നല്ല ഉറച്ച മണ്ണ് കേട്ടോ. അത് കാരണം പ്രത്യേകിച്ച് യാതൊരു കുഴപ്പമില്ല. അവിടെ കയറുന്നിടത്ത് മാത്രമാണ് പിന്നെയും ഒരു ലേശം ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും മണ്ണൊക്കെ കുറച്ച് കിടക്കുന്നതുകൊണ്ട് തിരിച്ചുള്ള വേറെ കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ റബ്ബറിൻ്റെ ആണെന്നുണ്ട്, റബ്ബറാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇന്ന് കൊണ്ടുപോകാനുള്ള സാധനം. റബ്ബർ തന്നെയാണ്. ഈ കട്ടൻസാണ് ഫുള്ള് നമ്മുടെ വണ്ടിയിൽ കയറ്റാനുള്ളത്. അപ്പോൾ ഇത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ 25 ടണ്ണിന് താഴെ 21 to 23 ടണ്ണിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ അതിനും കുറവ് വരികയാണെങ്കിൽ നമുക്ക് 23 ടണ്ണിൻ്റെ വരെ പൈസ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് കയറ്റി നമുക്ക് നേരെ പെരുമ്പാവൂർക്കാണ് പോകാനുള്ളത്. ഇത് മൊത്തം കയറ്റുമ്പോഴേക്കും തീരുമായിരിക്കും. അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വണ്ടി കയറ്റാനായിട്ട് എളുപ്പമുണ്ട്. കാരണം ഈ അടിയിലത്തെ ബാറ് കണ്ടോ, അടിയിലത്തെ ബാറ് കറക്റ്റ് ഇതിൻ്റെ ഒപ്പം വന്ന് നിന്ന് കഴിഞ്ഞാൽ ലേശം ഹൈറ്റ് കുറഞ്ഞു കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഇവർക്ക് കയറ്റാൻ കുറച്ച് സുഖമുണ്ട്. ഇനി ഞാനും രാജേഷും കൂടിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇത്തിരി നടക്കേണ്ട വരും, എന്നാലും കുഴപ്പമില്ല. എവിടെയാണ് ചായക്കട ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകാൻ 10 മണി ആവാറായി. ചെറിയൊരു തട്ടുകട കിട്ടി ഇവിടെ. പക്ഷെ കുറേ വിഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടി എന്നല്ല നമ്മുടെ അവിടെ പറയാം. ഇവിടെ പോട്ടി എന്ന് പറയുന്നുണ്ട്. ബീഫ് റോസ്റ്റ്, ചിക്കൻ പെരട്ട്, പൊറോട്ട. നമ്മൾ ചായക്ക് കുടിച്ച് തിരിച്ചു വന്നു. കാരണം മഴ കാരണം ഒരു രക്ഷയില്ല. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. യൂണിക്കാരൊന്നും വഴിയില്ല എന്നൊക്കെ കണ്ടറിയേണ്ട ഒരു നടിക്കണം. മഴയത്ത് ആരെ വന്ന് കയറ്റാൽ നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. പിന്നെ പണിക്കാർ വന്ന് പണിയോ. ഫുഡ് കഴിച്ചിട്ട് ഇവിടം വരെ 2 പേരും കൂടി ഒറ്റ കുടയിൽ അങ്ങോട്ട് വരിക ചെയ്തിട്ടുണ്ട്. ഈ രാജേഷ് തിന്നിട്ട് അങ്ങോട്ട് തപ്പി പോകണ്ടല്ലോ. എവിടേക്ക് പോകണത്? വണ്ടിയിൽ പോയി തന്നെ ഇരിക്കേണ്ടി വരും. ഇവിടെ സംഭവം ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. തടി കയറ്റാനായിട്ട് ആൾക്കാർ വന്നു കേട്ടോ. തടി കയറ്റാൻ വന്നപ്പോൾ ഒരു 20 ആൾക്കാർ മഴ അങ്ങോട്ട് മാറിയോട് കൂടിയിട്ട് വന്നു. ചടപടാന്ന് കയറ്റാനായിട്ട് തുടങ്ങി. 10 മിനിറ്റത്തെ കേസുള്ളൂ. 20 പേരുണ്ട്. ഒരേ തടി അങ്ങോട്ട് പിടിച്ചു വെച്ചാൽ കാര്യം കഴിഞ്ഞു. ഡീസൻ്റായി പെട്ടെന്ന് പോകാം നമുക്ക്. ബോഡിയൊക്കെ പൊളിഞ്ഞു പോകുന്ന മേടിച്ചിട്ടാണ് ഞാൻ നിൽക്കണത്. ആയിഷേ, ഞാൻ വിചാരിച്ചു എന്നിട്ടാണെന്നറിയോ, ഇവർ വല്ല JCBയിലേക്ക് ഉരുട്ടിയിട്ട് ഈ സാധനം കയറ്റും, എന്നിട്ടാണ് ഇതിലത്തേക്ക് കയറ്റാന്ന് വിചാരിച്ചിട്ട് നിന്ന്. അതൊന്നുമില്ല. ഇത് വെറുതെ സിമ്പിളായിട്ട് ഷോൾഡറിലേക്ക് സാധനം എടുത്ത് വെക്കുക. അത് തന്നെയല്ല സൈഡിൽ കണ്ടോ. ഇപ്പം നമുക്ക് ഈ ബോഡിയുടെ ഉള്ളിൽ അത് നിൽക്കുള്ളൂ, പുറത്തേക്ക് നിൽക്കില്ല. ഇങ്ങനെ നീളത്തിലിറങ്ങേ
വട്ടത്തിലിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടി നിൽക്കുള്ളൂ. ഇങ്ങനെ ഇട്ടാലാണ് പുറത്തേക്ക് നിൽക്കുക, പുറത്തേക്ക് നിൽക്കില്ല, എങ്ങനെ നിൽക്കുള്ളൂ. അതിനാണ് ഈ സൈഡിൽ തൂണ് പോലെ ഇങ്ങനെ കൊടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ വിറകല്ലാണ്ട് കട്ടൻസ് കയറ്റുന്നത്. ഞാൻ ഇതുവരെ കട്ടൻസ് കയറ്റിയിട്ടില്ല. പിന്നെ ഇത്രയധികം ആൾക്കാർ വന്നിട്ട് ചടപടാന്ന് പറഞ്ഞിട്ട് കയറ്റുമ്പോഴേ ഞാൻ വിചാരിച്ചത് ഇത് ഇന്ന് വൈകുന്നേരം വരെ ആക്കുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമായിരുന്നു. എത്ര പെട്ടെന്ന് നോക്കി ലോഡായിക്കൊണ്ടിരിക്കണേ. വേണ്ട സാധനം കൊണ്ടുവന്നിട്ട് സിമ്പിളായിട്ട് 2 പേര് എടുത്തുകൊണ്ട് വന്നേ. വേണ്ട 4 പേരെ അവിടെ നിന്ന് നോക്കി പൊരി നല്ല ശക്തിമാരാവണം, അല്ലാണ്ട് പറ്റൊന്നുമില്ല. ശക്തി കുറഞ്ഞ ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള പണിയല്ല. സൈഡിൽ വണ്ട കട്ടൻസായിട്ടാണ് വരണത്. ആ വലിയ സാധനം സൈഡിലേക്ക് വരും. അയ്യോ പോയി, കയ്യിൽ നിന്ന് മിസ്സായി. ഇന്നലെ ഞങ്ങൾ പായ മടക്കി വെക്കാനായിട്ട് ശരിക്കും പാടുപെട്ടു കേട്ടോ. കാരണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പായ വെള്ളം മഴയൊക്കെ തിന്ന കാരണേ ഒരു മടക്ക് മടക്കി, രണ്ടാമത്തെ മടക്ക് വെള്ളം ഉണ്ടായ കാരണം മടക്ക് കറക്റ്റായില്ല. പിന്നെ ഒരു വിധത്തിൽ രണ്ടാമത് നമ്മൾ അഴിച്ച് മടക്കിയിട്ടാണ് പായൊക്കെ ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ കയറാണെങ്കിൽ രാജേഷ് ഫസ്റ്റ് അറിയാണ്ട് ഇവിടെ അങ്ങോട്ട് മടക്കി വെച്ചു. ഇവിടെ മടക്കി വെച്ചപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പായ വയ്ക്കാൻ സ്ഥലമില്ല. രണ്ടാമതും കയറ് മുഴുവൻ മടക്കി വീണ്ടും ഇവിടെ ഒരു 2-3 തച്ച് പണി പണിയേണ്ടി വന്നു. അപ്പോൾ അത് കാരണം പേടിച്ചിട്ട് അതാണ് ഞാൻ മുകളിൽ കയറി നിൽക്കണം. ചിലപ്പോൾ കയറങ്ങനെ കെട്ടുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. ഇവർ ഈ ഹൈറ്റ് വരെ ഇപ്പോൾ ബോഡിയിൽ നിന്നുള്ള ഹൈറ്റ് കഴിഞ്ഞിട്ട് ഇത്ര ഹൈറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഫുള്ള് അങ്ങോട്ടേക്ക് 4 അട്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഫുള്ളാവുള്ളൂ. കയറി ഇറങ്ങൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചട്ടങ്ങ് പണിയാണ്. അതുകൊണ്ട് അടുത്തട്ടിയിട്ട് തുടങ്ങിയിട്ടോ. ഇതുണ്ട് സൈഡിൽ കുത്തി വയ്ക്കുകയാണ്. 2 വലിയ കമ്പ് അപ്പുറത്ത് വെച്ച് ഇനി അതിനകത്തേക്കാണ് ലോഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ബോഡി ഉണ്ടല്ലോ, ബോഡി വെയിറ്റ് വരുമ്പോൾ ഇങ്ങനെ മലച്ച് പോവും. അത് കട്ടൻസൊക്കെ ബോഡിയുടെ പണി കഴിയുമെന്ന് പറയില്ലേ, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടം ഇതൊന്നും ഉണ്ടാവില്ല. നല്ല ഓട്ടം ഓടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 സൈഡിലും കാല് വെച്ച് പൊക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ ഒരു ഹൈറ്റിലേക്ക് കയറ്റിയാലും ആ 2 കുറ്റിയും വെക്കണം മൊത്തം. അതിനുള്ള പരിപാടിയാണ്. ഉണ്ട് ഈ സൈഡിൽ 2 വെച്ചു, ഈ സൈഡിലും 2 വെച്ചു. അതുപോലെ ഇതും 2 കുത്തുമ്പോൾ നിൽക്കണം. എന്നിട്ട് ഇങ്ങോട്ട് കെട്ടും. അപ്പോൾ ശരിച്ചിങ്ങനെ നിന്നാൽ പോവില്ല. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുള്ള പരിപാടി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് 5 അട്ടി വെക്കുമെന്നാണ് പറഞ്ഞത്. 5 അട്ടി വെച്ചാൽ കറക്റ്റ് ബോഡിയുടെ ഉള്ളിൽ നിൽക്കും. അപ്പോൾ 5 അട്ടി വെച്ച് കറക്റ്റ് ചെയ്ത് ഈ ഹൈറ്റ് ഇത്ര കെട്ടി കഴിയുമ്പോൾ ഇവിടെ കിടക്കണമെന്ന് ടോട്ടൽ 23 കിലോയോ 24 ടണ്ണം കണ്ട കിലോയല്ല ടണ്ണാണ് ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കയറ്റിയിട്ട് തൂക്കി നോക്കി അറിയാം എന്തോരം ഉണ്ട് എന്നുള്ളത്. ഇതുണ്ട് അടുത്ത അട്ടി നമ്മൾ വെച്ചോട്ടെ. 2 അട്ടിയായി ഇപ്പോൾ വെക്കണം. ഇതുണ്ട് ചെരിച്ച് ഇങ്ങനെ കയറ്റിയേക്കാണ് മൊത്തം ഈ സൈഡിൽ നിന്ന് ആയിട്ട്. ഇനിയിപ്പോൾ ഒരു കെട്ട് കണ്ടു, ഒരു പ്രത്യേക സൈസ് കെട്ടാട്ടോ ചേട്ടൻ്റെ കണ്ടോ. അതിനി കെട്ടണത് കാണിച്ചു തരാം. നീ എന്തിനാന്ന് മോളിൽ കയറി നിൽക്കണത്? എന്തിനാന്ന് പണിയുണ്ടെന്ന് കാണിക്കാനാണോ? അതാ ചോദിച്ചാ. അവൻ പറയണേ ഇവർക്ക് പണിക്കാർക്ക് അറിയില്ല അവൻ ചെയ്തു കൊടുക്കണമെന്ന്. വളരെ നല്ലതാ. അവര് നിന്നെ ഇറക്കി വിടാണ്ട് നിന്നാ മതി അവിടുന്ന്. അവർക്ക് പണി പറഞ്ഞു കൊടുക്കാൻ പോയിക്കാണ്. ഇവരുടെ കെട്ടും അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെ വലിയ എന്നിട്ട് പറയുക ഒരു പ്രത്യേക സൈസ് കെട്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി എടുക്കണം. അല്ലാണ്ട് ഓടി വന്ന് ഇതൊക്കെ ശരിക്കുള്ള പണി തന്നെയാണ് കേട്ടോ. മരപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാണ്ട് ഇപ്പോൾ എന്ത് പ്രായമായിട്ടുള്ളൊരു ചേട്ടനാണെന്നറിയാം. സിമ്പിളായിട്ട് ഒറ്റയ്ക്ക് പുള്ളി അതൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിൽ വേറൊരു സംഭവം പറയണ്ട കേട്ടോ. അതായത് ഇത് മറ്റേ കെട്ടയച്ച് കഴിഞ്ഞാൽ അവിടെ ഇറക്കണ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇല്ലേ ഇത് തട്ടിയിടുക ചെയ്യാന്ന് പറയണത് അവിടുന്ന് മുകളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ തട്ടിയിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം നമ്മുടെ വീൽ കപ്പിലേക്ക് വീണാലേ അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോവും, പൊട്ടിയായി പോവും. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോടെ നമ്മൾ വീൽ കപ്പ് ഇപ്പോൾ അഴിച്ചു വയ്ക്കില്ലെങ്കിൽ അവിടെ ചെന്ന് ഇത് അഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ലോഡ് ഇറക്കില്ലെങ്കിൽ പണി വാളും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ഒരു കഷ്ണം വീണ് കഴിഞ്ഞാൽ എന്തായാലും അതുമ്പോൾ ആവാണ്ടിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു മൊത്തം എല്ലാം പൊട്ടിപ്പോണെങ്കിൽ 10-20 രൂപ എടുത്താൽ വഴിക്ക് അങ്ങോട്ട് പോകും വീൽ കപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് അഴിച്ചു വെക്കാവും നല്ലത്. നോക്കി നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് കയറ്റിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അഴിച്ചു വെച്ചാൽ പിന്നെ പേടിക്കണ്ടെന്ന് പറയില്ല. 4 വീൽ കപ്പ് ഊരി വയ്ക്കാം. മറ്റത് ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ തന്നെ വെക്കാം. ഫ്രണ്ടും ഡെമ്മി വീലിൽ. മറ്റത് കാരണം അഴിക്കായിരിക്കും ബുദ്ധി എന്ന് വിചാരിക്കണം. ഇത്ര നേരം മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും മഴയൊക്കെ ചാറി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവന് മഴ ചാറി കഴിഞ്ഞാൽ നിർത്തുമോ
അങ്ങനെയൊന്നും അറിയില്ല. നിർത്തിയില്ലെങ്കിൽ കൈയോടെ നമുക്ക് ഇപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ലോഡ് സെറ്റായി ഫുള്ള് ഓക്കെ. ഇതേപോലെ നിൽക്കൂട്ടോ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റാണ് വരിക. 25 കൂടുതൽ കുറച്ചായ വരെ വല്ല പോലീസ് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടണ്ണിന് എത്ര 20,000 രൂപ കൊണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും. വെറുതെ നമ്മൾ ഒരു ടണ്ണിന് 750 രൂപ കിട്ടണോടത്ത് കൂടുതൽ 750 രൂപ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 10,000-20,000 രൂപ വെറുതെ കളയാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് ടണ്ണായിട്ട് തന്നെയാണ് കയറ്റുന്നുള്ളൂ. സാധാരണ മരവണ്ടിയൊക്കെ കയറ്റി പോകുമ്പോൾ ഓവർ ലോഡ് ഫുള്ളായിട്ട് കയറ്റി പോകും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം ഇത് പോലീസ് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ 6 വീൽ വണ്ടിയിൽ തന്നെ 30 ടണ്ണൊക്കെ കയറ്റി പോകുന്ന ആൾക്കാരുണ്ട്. ശരി, ഈ ക്യാബിൻ്റെ ഹൈറ്റ് വരെയാണ് ശരിക്കും ലോഡ് കയറ്റാൻ പാടുള്ളൂ എന്നുള്ളതാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു നിയമം. എനിക്ക് കറക്റ്റ് അതിൻ്റെ നിയമം എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റോട്ട് അറിയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ നോക്കിയില്ലെങ്കിൽ കയ്യിലെ കാശ് വെറുതെ കളയേണ്ടി വരും. ഇപ്പം എന്തായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിക്കാം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ബോഡി വെൽഡ് ചെയ്യാന്ന് വെച്ചപ്പോൾ നോക്കുമ്പോഴേ ഈ കട്ടൻസ് തന്നെ കയറ്റണമെങ്കിൽ വീണ്ടും ബോഡി വെൽഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് പൊളിഞ്ഞ് തന്നെ ഇങ്ങോട്ട് പോരും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളിൽ നിന്ന് വല്ല പട്ട ആംഗിളർ അങ്ങനെ ഇട്ടിട്ട് വെൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴെങ്കിലും വണ്ടി നിർത്തുന്ന സമയത്ത് അത് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ചെയ്യിക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. രാജേഷ് മുകളിൽ കയറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇത്ര നേരം മുകളിൽ ഇട്ട് കൊടുത്തേക്കായിരുന്നു. കയറ് ചെറുതായിട്ട് മറ്റേ കെട്ടായി ഇന്നലെ എടുത്ത് മാറ്റി വെച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അവർക്കൊന്ന് കൊടുക്കുക. മഴ പെയ്യണ്ട കേട്ടോ, മഴ പെയ്ത് തുടങ്ങി ചെറുതായിട്ട്. ഇല്ല, ഇനി അടുത്ത സ്റ്റെപ്പ് കെട്ടാൻ പോവുകയാണ്. 3ാമത്തെ അട്ടി കഴിഞ്ഞ് ഇനിയിപ്പോൾ 4-5 അട്ടി പിടിക്കാൻ ചാൻസ് ഇല്ല. എത്ര അട്ടി പിടിക്കും എന്നുള്ളത് അറിയില്ല കേട്ടോ, കയറ്റി കഴിയുമ്പോൾ അറിയാം. രാജേഷ് കെട്ടണ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കായിരുന്നു എങ്ങനെയാണ് കെട്ട് എന്നുള്ള കാര്യം. അത് അവനറിയില്ല, അവൻ കണ്ടിട്ട് തന്നെ ഇല്ല, പിന്നെ എങ്ങനെ അവനറിയണേ? പണി പഠിക്കാനുള്ളതുണ്ട് അല്ലേ കെട്ടൊക്കെ? നോക്ക്, ഒന്നോടെ നോക്ക്. പൊട്ടിയ കയറ് കെട്ടണത് എങ്ങനെയാന്നുള്ളത് നോക്കിയോളെ. ഞാൻ വിചാരിച്ച മൊത്തം ആ ഫ്രണ്ടിലത്തെ ഹൈറ്റ് പോലെ തന്നെ ബാക്ക് വരെ വരുമെന്ന് കേട്ടോ. സംഭവം ഇല്ല. ഇപ്പോൾ ഏറെക്കുറെ ഈ ഹൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഇത്ര ഹൈറ്റ് തന്നെയാണ് വരുള്ളൂ. ഇനി ഹൈറ്റ് കൂടി വരില്ല, കാരണം കഴിഞ്ഞു. 25 ടണ്ണിന് താഴെയാണ് ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്ര ഹൈറ്റ് വയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഒരു വരി കുറച്ച് വെച്ച് പോന്നാൽ മതിയായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ കറക്റ്റ് ലെവലായിരുന്നു. ഇതിപ്പോൾ നടുവിൽ ഇത്തിരി കൂടുതലും ബാക്കിൽ കുറവ് പോയി, നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ രാജേഷ് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയേക്കാണ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം. എന്തായാലും ഞങ്ങളൊരു കാര്യം തീരുമാനത്തിലെത്തി. വീൽ കപ്പ് എന്തായാലും ഊരി വയ്ക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീൽ കപ്പ് അല്ലെങ്കിൽ പൊട്ടുന്നുള്ളത് 100% ഗ്യാരണ്ടി. പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു വല മേടിച്ച് വെക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് അയച്ച് വയ്ക്കാൻ ഇത്രയ്ക്കേ പാടുള്ളൂ. അത് അയച്ച് ഉള്ളിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ അതിന് കൂടി ഒരു അരമണിക്കൂർ പോകുള്ളൂ. അതിന് പോയി കഴിഞ്ഞാൽ എത്ര രൂപ പോകും? അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഭംഗിയായിട്ട് ഇരിക്കണമെങ്കിൽ പൂരണം, അല്ലാണ്ട് രക്ഷയില്ല. ചേട്ടന്മാർ ഇത് ഫുള്ള് ഉച്ചയാവാറായപ്പോഴേക്കും മൊത്തം തീർത്തു കേട്ടോ. മൊത്തം തീർത്ത് ഫുൾ പരിപാടി കഴിഞ്ഞു. ഇവിടെയുള്ളത് മൊത്തം കയറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് അപ്പുറത്ത് വേ ബ്രിഡ്ജ് ഉണ്ടല്ലോ, രാവിലെ തൂക്കം നോക്കിയിട്ടുള്ള വേ ബ്രിഡ്ജ്. ഈ കാണുന്ന വേ ബ്രിഡ്ജാണ് കേട്ടോ. ഈ കാണുന്ന വേ ബ്രിഡ്ജിൽ കൊണ്ടുപോയി തൂക്കം നോക്കി നേരെ വൈകുന്നേരം രാത്രിയായിട്ടാണ് പോകുന്നത്. ടണ്ണൊക്കെ കുറവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈനിൽ തടിവട്ടിയൊക്കെ കാണുമ്പോൾ പോലീസുകാരെ പിടിക്കലൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ടണ്ണ് കുറവാണ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ 12 വീൽ വണ്ടിയിൽ നമ്മൾ 25 ടണ്ണ കയറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാര്യമില്ല. തടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോലീസുകാർ ഫൈൻ അടയ്ക്കുന്ന ഒരു സാധനം, ഫൈൻ അടപ്പിക്കുന്ന ഒരു സാധനം. അപ്പോൾ മാക്സിമം നമ്മൾ രാത്രി പോകുകയാണെങ്കിൽ ഒരു കുറച്ചെങ്കിലും ചെറിയൊരു തട കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ആവശ്യമില്ലാണ്ടായാലും പൈസ ചോദിക്കുമ്പോൾ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ രാത്രി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കയറ്റൽ ഫുള്ള് കഴിഞ്ഞ പ്രാവശ്യം പിടപെടുന്ന പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ദേ ചേട്ടന്മാർ മുഴുവൻ ദേ അവിടെ പോയി കുളിച്ച് ഡ്രസ്സ് മാറി എല്ലാവരും പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. തൂക്കം നോക്കാം. തൂക്കം നോക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് കയറ്റി നിർത്തിയിട്ട് ഇതൊക്കെ അയച്ചെടുക്കാം. വീൽ കപ്പൊക്കെ വന്നിട്ട് വയ്ക്കാം. പായും കയറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്ത് വെക്കാനുണ്ട്. ഞാൻ വരണം, നമ്മളിലേക്ക് ഞാൻ വരാം. ബാക്കിലേക്ക് വന്നപ്പോൾ തടി തീരെ കുറവായിട്ടാണ്. ഞങ്ങൾ മുകളിൽ നമ്മൾ എല്ലാ കയറും പായൊക്കെ ക്ലിയറായിട്ട് ഒതുക്കിയിട്ടു. പക്ഷേ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ കാണാൻ ഭംഗിയില്ലാണ്ടായി അല്ലേ? ഇവിടെ വന്നപ്പോൾ തീരെ കുറവായി. ശരിക്കും അവിടെ നിന്ന് ഒരു അട്ടി കുറച്ചങ്ങോട്ട് കയറ്റി വരികയാണെങ്കിൽ കറക്റ്റായിനെ. വീൽ കപ്പ് ഒരെണ്ണം അഴിച്ചു. ഇനി ബാക്കിയുള്ളത് കൂടിയും അഴിക്കണം. ഇതൊക്കെ അഴിക്കണം. ആദ്യം തൂക്കം നോക്കണമെന്നല്ലേ പറഞ്ഞവർ? തൂക്കം നോക്കാം. അത് ഇത്തിരി പണിയാണ്. ടോട്ടൽ നമ്മുടെ വെയിറ്റ്
34,150 അല്ലേ? 10,760 കാലി തൂക്കം. ഇത് 34,150. അപ്പം എത്ര ടണ്ണുണ്ട്? 23,390 ഉണ്ട് അല്ലേ? ഓക്കെ, 23,390 ശേഷം. അപ്പോൾ 25 ടണ്ണ് തയ്ച്ചില്ല, കുറവാണുള്ളൂ. നമ്മുടെ തൂക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി നേരെ ഇങ്ങോട്ടേക്ക് കയറ്റി നിർത്തുക. നമുക്ക് കുറച്ച് നേരം വൈകിട്ട് പോയാൽ മതി, ഇത്ര നേരത്തെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒതുക്കി നിർത്തുകയാണ് കേട്ടോ. ഇങ്ങനെ നിൽക്കട്ടെ. ഊണ് കഴിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങോട്ട് ഊരാം. ഇതും അപ്പുറത്തെ സൈഡിൽ ഇത് ഊരാം. മറ്റത് ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് കഴിക്കാൻ പറ്റില്ല, വീൽ സ്പാനർ വേണ്ടി വരും. നമുക്ക് പറ്റും, വീൽ സ്പാനറൊക്കെ വേണം. ഇത് അഴിക്കണം, ഇത് പണിയാണ്. ഇത് വരണം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ അഴിക്കാമെന്ന് വിചാരിച്ചാൽ പോവുകയാണോ? അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇത് വേണ്ട, ഇത് മാത്രം അഴിക്കാൻ അയച്ചേ. ഇത്തിരി പണിയുണ്ട് ഇത് അഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എളുപ്പമല്ല. ഇത് മെല്ലെ ഇത്തിരി സമയം എടുത്തിട്ട് അതിൽ കഴിക്കുക. അത് മറ്റേ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ നിന്ന് ടൈറ്റ് ചെയ്തത്. അപ്പോൾ അത് കാരണം അവർ മെഷീനിൽ ടൈറ്റ് ചെയ്തതാണ്. നല്ല ടൈറ്റായി ഉണ്ടാവും. ഞാൻ പിടിക്കാം. എനിക്ക് ശക്തിയുള്ളത്, നിനക്ക് ബുദ്ധിയല്ലേ? അപ്പോൾ അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശക്തിയുള്ളവർ ചെയ്യാൻ നല്ലത്. ഇതിൽ ബുദ്ധിയല്ല അധികം വേണ്ട, ശക്തിയാണ്. നിനക്ക് രണ്ടും ഉണ്ടെന്നുണ്ടല്ലേ? ചില സമയത്ത് ബുദ്ധി മാത്രം, ചില സമയത്ത് രണ്ടും. അത് ഇനി കുഴപ്പമില്ല. ഞാൻ വീട്ടിൽ പിടിച്ചിരുന്ന് പറഞ്ഞാൽ എനിക്ക് തെറി കേൾക്കുന്നതിനെ കൊണ്ട് പണിയിപ്പിച്ചിട്ട് ഞാനിത് ചെയ്തൊന്നും വേണ്ട, ഞാൻ സഹായിക്കാം. നിർത്ത്, വേണം വേണം. ഒരെണ്ണം ഞാനും അവനും കൂടിയിട്ടാണ് അയച്ചത്. ഇനി അടുത്തത് ഞാനും അവനും കൂടി അഴിക്കും. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവനെ പണിയിപ്പിച്ചെന്ന് പറയരുത്. എൻ്റെ 3 അയച്ചു കഴിഞ്ഞു. നിന്റെ ഒരെണ്ണം ഇതേവരെ അയച്ചു കഴിഞ്ഞിട്ടില്ലേ? ഒന്ന് ഇത് അപ്പുറത്തെ സൈഡിലെ 2 അപ്പുറത്തെ സൈഡിലെ 2 അങ്ങനെ 3 അയച്ചു കഴിഞ്ഞു. എന്നിട്ട് നീ ഒരെണ്ണായിട്ടുള്ളൂ. നീയേ ഇനിയിപ്പോൾ ഒരെണ്ണക്കല്ലേ അഴിക്കാനുള്ളൂ. ഞാൻ 2 അയച്ചു. എൻ്റെ പണി ഞാൻ നേരത്തെ കഴിഞ്ഞു. ഞാൻ ഈ കഴുകി വെക്കട്ടെ വീൽ കപ്പ്. ഇത് കഴിഞ്ഞിട്ട് വേണം ചോറിനാൻ പോകാൻ. ഇരിപ്പ് കുത്തി അവിടെ ഇരുന്നു. മെറ്റലായാലും കുഴപ്പമില്ല, ചെളിയില്ലാത്ത കാരണം പ്രശ്നമില്ല. ഭംഗിക്ക് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇല്ലേ, ഏറ്റവും അവസാനം വരുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട, എന്തെങ്കിലും ഒരു ഓട്ടം കിട്ടുന്ന സമയത്ത് ഈ സാധനമൊക്കെ പൊട്ടി പോലെന്ന് വെച്ചിട്ട് നമ്മൾ രണ്ടാമതും അയച്ചു വെക്കേണ്ട ഗതികേടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതൊന്നും വേണ്ട, ശരിക്കും ആവശ്യമുള്ള സാധനമല്ല. വണ്ടി ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പൊളിച്ച് കിട്ടാൻ വീൽ കപ്പ് ഇട്ടാൽ ബെസ്റ്റാന്നൊക്കെ പറയും. അത് അങ്ങനത്തെ ഓട്ടങ്ങൾ മാത്രം ഓടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അരി, പഞ്ചസാര, അല്ലെങ്കിൽ മറ്റേ കാലിത്തീറ്റ, പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓടുകയാണെങ്കിൽ കുഴപ്പമില്ല. വിറക്, കട്ടൻസ്, ഈ വക സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ എപ്പോൾ പോയിന്ന് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ മറ്റേ കട്ട, അതൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണം തെറിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ വീൽ കപ്പ് പൊട്ടിപ്പോകും. പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ അഴിക്കാൻ പറ്റണില്ല കേട്ടോ. ഇത് അഴിക്കാൻ പറ്റണില്ലാത്തതല്ല, ഇത് വീൽ ബോൾട്ട് അയക്കണം. അപ്പോൾ ഞങ്ങൾ ആ റിസ്ക് എടുക്കണില്ല. അല്ലാണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇല്ല രക്ഷ, ഇത് പൊട്ടില്ലല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം. ഇത് എൻ്റെത് ആയിട്ടില്ല ഇപ്പോഴും. എനിക്ക് പുതിയൊരു സ്പാനർ തരട്ടെ? വേണ്ട, ആണോ? എന്നാൽ ശരിയാക്ക്, ഞാനത് കഴുകട്ടെ. അപ്പോൾ വീൽ കപ്പ് ബാക്കിയുള്ളത് കഴുകി കുട്ടപ്പനാക്കി വണ്ടിയുടെ ഉള്ളിലേക്ക് എടുത്തങ്ങോട്ട് വെക്കാം. ബാക്കിയുള്ളതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് കഴുകി വൃത്തിയാക്കട്ടെ. നമ്മൾ ഇതേവരെ ഊരി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിലും ടയർ കടയിലൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ഊരുക. അല്ലെങ്കിൽ ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഊരിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി ഇങ്ങനെ കിട്ടിയ കാരണം ഇന്ന് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം നമുക്ക്. ഇവിടെ പൈപ്പുകൾ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു പൈപ്പ്? നോക്കി നോക്കട്ടെ. കഞ്ഞി കുടിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാത്ത കാരണം പാത്രം കഴിപ്പിക്കണം. വേഗം പാത്രം പോറാ, അല്ലെങ്കിൽ തിന്നേൻ്റെ പൈസ കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പാത്രം കഴുകേണ്ട വരും. അതെ, ഇല്ലെങ്കിൽ വേറെ വല്ല പണിക്ക് പോയേനല്ലേ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് എന്തായാലും വീൽ കപ്പ് മൊത്തം കഴുകി ക്ലിയർ ആക്കാണ് കേട്ടോ. ഓരോന്നോരോന്ന് കഴുകി വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ വയ്ക്കല്ലേ. അപ്പോൾ ഫുള്ള് ചെളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വണ്ടിയുടെ ഉള്ളിൽ എടുത്ത് വയ്ക്കുമ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കൂടി ആകെ അഴുക്കാവും. അപ്പോൾ ഈ 4 ഒന്ന് അടിപൊളിയായിട്ട് ഞങ്ങൾ കഴുകിയെടുക്കട്ടെ. എല്ലായിടത്തും പക്ഷേ ഭംഗിയാക്കട്ടെ. ഇവിടെ പിന്നെ വെള്ള സൗകര്യമൊക്കെ ഉള്ള കാരണം കുഴപ്പമില്ല. ഞങ്ങൾ ബക്കറ്റൊക്കെ എടുത്ത് വെച്ച് ക്ലീനായിട്ട് കഴുകി എല്ലാം സൂപ്പറാക്കും ഇപ്പം തന്നെ. എന്നിട്ടല്ലേ ഊണ് കഴിക്കാൻ പോകണുള്ളൂ. അല്ല, 2 കൽപ്പിച്ചിട്ടാ. കുക്കറടിച്ച് ചോറായി, ഇനി കഴിക്കാം. അന്ന് ഈ സാധനം വല്ല ലൈറ്റ് കളർ അടിച്ചെങ്കിൽ ഇല്ലേ ശരിക്കും പെട്ടേനെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് കളറായ കാരണം ചെളി ആയതും അങ്ങനെ വലിയ കാര്യത്തിൽ അറിയണമൊന്നുമില്ല. അത് കാരണം രക്ഷപ്പെട്ടു. ഇതൊക്കെ അതേപോലെ തന്നെ തുരുമ്പായി തുടങ്ങിയിട്ട് ഈ സ്റ്റീലിൻ്റെ സാധനം വെക്കാണ്ടിരിക്കാൻ നല്ലത്. ഇത് മാത്രമാണ് ശരിക്കും ആവശ്യമുള്ളൂ. ഇതാണ് ഭംഗി. ആ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു എംബളം മാത്രം കൊടുക്കുക. അപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. ആ കപ്പ് വയ്ക്കുന്നേക്കാളും എനിക്ക് താല്പര്യമായത്. കാരണം കപ്പ് എനിക്ക്
ആദ്യമേ അത്ര അങ്ങോട്ട് ഇഷ്ടമുണ്ടായില്ല. പിന്നെ ഇക്ക പറഞ്ഞു അങ്ങോട്ട് വെക്കേ അത് പുളിയെന്ന് പറഞ്ഞാൽ തന്നെ മെച്ച. പക്ഷെ അതൊരു സുഖം ആയില്ല. അടിപൊളിയാന്നല്ലേ? പൊളിയാന്ന്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പെടുക്കാതെ തന്നെ ഊരാനും കിട്ടില്ലാന്നേ നമുക്ക്. നെറ്റ് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ഇത് ഊരാൻ പറ്റും, നെറ്റ് ഊരാൻ പറ്റും. ആ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഊരണമെങ്കിൽ വലിയ പ്രയാസമാണ്. 1 മിനിറ്റ് കൊണ്ട് എടുക്കണ പണി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുള്ളൂ. ആ സംഭവം നെറ്റ് അയച്ച് ലൂസാക്കണേ. ഉള്ളിലേക്ക് സ്പാനർ കയറാണ്ടിരിക്കലും അതുപോലെ തന്നെ ടൈറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മാക്സിമം ആ ഒരു കപ്പ് വേണ്ട, ബാക്കിയുള്ള വീൽ കപ്പ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനത്തെ പണിയുള്ള വണ്ടികൾക്ക് അത് വെക്കാണ്ടിരിക്കുക നല്ലത്. സാധാ പോലത്തെ ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇതിന്റെ ഉള്ളില് ബോൾട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോൾട്ട് വെപ്പിച്ചായിരുന്നു. അപ്പോൾ പ്ലേറ്റിങ് ഇങ്ങനെ വെച്ചിട്ടില്ലേ, അതിങ്ങനെ തള്ളി വെക്കുക, ഇങ്ങോട്ട് തള്ളി വെക്കുക, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെക്കുക. ഇതില് ബോൾട്ട് ചെയ്യുക, ഒറ്റ ബോൾട്ട് നിൽക്കില്ല. എന്തായാലും ഇത് നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് ഇപ്പം എടുത്ത് വെക്കണോ അതെ ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാം അല്ലേ? ഉണങ്ങിയിട്ട് എടുത്ത് വെക്കാം. ഒന്ന് അങ്ങനെ നിൽക്കട്ടെ. ഊണ് വെച്ചിട്ട് വരാം. എന്നാൽ നമുക്ക് ഊണ് വയ്ക്കാൻ പോവാം. അങ്ങോട്ട് വെക്കാം അല്ലേ? അങ്ങോട്ട് ഇവിടേക്ക് എടുത്ത് വെക്കാം. ഇത് ഞാൻ എടുത്തോളാം. ഇന്നാള് വിറക് ഇറക്കുമ്പോൾ തന്നെ കണ്ട ഇവിടുത്തെ ഒരു പീസും ഇപ്പുറത്തെ ഒരു പീസും പോയി. അതുപോലെ തന്നെ ഇവിടുത്തെയും ഒരു പീസ് പോയി. അപ്പോൾ ഇനി എന്തായാലും ഇത്ര വലിയ കട്ടൻസ് ഇറക്കുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പപ്പടായി പോയി സാധനം മൊത്തം. അപ്പോൾ അതിനും വേറെ അത് ഊരി വയ്ക്കുകയാണ്. കുഴപ്പമില്ല, എല്ലാം ക്ലീനായി. ബക്കറ്റിൽ വെള്ളം പിടിച്ച് വെക്കുന്ന ശേഷം പോവാം. ഇനി ഊണ് കഴിക്കാം. നെക്സ്റ്റ് പരിപാടി ഊണ് കഴിക്കാണ്. ഞങ്ങൾ ഊണ് കഴിക്കാൻ പോകുന്ന വഴിക്ക് ഫയർ എഞ്ചിൻ നല്ല സ്പീഡിൽ വരുന്നു കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. നല്ല സ്പീഡൊന്നും പറയാൻ പറ്റില്ല. അതിന് പറ്റിയ സ്പീഡ് അല്ലാണ്ട് ഇപ്പോൾ ഇത് 250 പോവില്ലല്ലോ. പടച്ചു പോകുന്നുണ്ട്. എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ പടച്ചു പോവില്ലല്ലോ. നമ്മുടെ ചായക്കട ഇന്ന് നേരത്തെ രാവിലെ പോയ കടയിൽ നിന്ന് അല്ലാട്ടോ കഴിക്കുന്നത്. നമ്മൾ തൊട്ട് ഇപ്പുറത്ത് ഒരു ഷീറ്റ് ഇട്ടുള്ള കടയില്ല, അവിടെ നിന്ന് കഴിച്ചാൽ മതി. യൂണിക്കാർ പറഞ്ഞു അതാ പൊരിയെന്ന് പറഞ്ഞേ. അവിടെ എന്തിട്ടും മറ്റേ എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. നോക്കാം എന്താ ഉള്ളതെന്ന്. നല്ല നോക്കാലോ. ഉദ്ദേശിച്ച് വന്ന കട പൂട്ടിപ്പോയി. അത് രാവിലെ വൈകുന്നേരം മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രം തന്നെ ഉള്ളൂ രക്ഷ ഊണ്. ഇപ്പോൾ രാവിലെ വന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെ ഊണുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ടെ. അവിടെ ഞങ്ങൾ ഊണ് കഴിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ 2-3-4 സൈസ് കറിയൊക്കെ ഉണ്ട്. കൊള്ളിക്കറി ഉണ്ട്, കാബേജ് ഉണ്ട്, അതുപോലെ അവിയലുണ്ട്, അച്ചാറുണ്ട്. എല്ലാം കൂടി എന്തായാലും ചോറ് അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ മീൻചാറും ഇതൊക്കെ കൂട്ടിയിട്ട് പിടിയങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മളുടെ മോര് കറി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ രസമുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. ഇന്നലെ ഞങ്ങൾ വരുന്ന സമയത്ത് ഈ മുണ്ടേല എന്നുള്ള സ്ഥലം തപ്പിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും രാജേഷും ഇങ്ങനെ നോക്കി പോയി. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് ഒരു 2 കിലോമീറ്റർ നേരെ പോയി വഴി തെറ്റിയിട്ട്. ഞങ്ങള് അവിടെ എന്താ അറിയാൻ വേണ്ടി പോയതാ, അല്ലാണ്ട് വഴി തെറ്റിയതല്ല. 2 കിലോമീറ്റർ അങ്ങോട്ട് പോയി ഈ മുണ്ടേല സ്ഥലം തെറ്റിയിട്ട്. പോയി അമ്പലം കാണാൻ പറ്റി. നമ്മുടെ വീട്ടിൽ അമ്പലം കാണാൻ പറ്റും. അല്ല അത് പറ്റില്ല. അവിടെ ആ ചേട്ടൻ പറഞ്ഞു തന്നുകൊണ്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു വന്ന് വഴിയൊക്കെ തപ്പി കണ്ടുപിടിച്ച് വീണ്ടും ഇവിടെ എത്തി. മുണ്ടേല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ ഇവിടുന്ന് നെടുമങ്ങാടിന് അത്രയും 5-6 കിലോമീറ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് പോകണ വഴിയാണെന്നറിയാം. നമ്മളുടെ കാട്ടാക്കടയ്ക്ക് പോകുന്ന വഴിയാണ് ഈ പോകുന്നത്. അതിലായിരുന്നു നമ്മുടെ മുണ്ടേല എന്ന് പറഞ്ഞിട്ട് സ്ഥലം. ഞങ്ങളാണ് ഈ കാട്ടാക്കട എത്രേക്കാളും കുറച്ച് മുന്നേ വരെ എത്തി. കുറേ വഴി തെറ്റി അങ്ങോട്ട് പോയിട്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. ഒരാളോട് ചോദിച്ച് തിരിച്ചു വിട്ട കാരണം നമ്മൾ നേരെ ഈ സ്ഥലത്തേക്ക് എത്തി. അവിടെ വന്ന് സെറ്റാകുമ്പോൾ അതെ അത് ഞാൻ വെറുതെ 1 മണിക്കൂർ ചുറ്റി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ കിടന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ. എന്താ നമ്മളുടെ എന്താ പറയുക, നെടുമങ്ങാടാണ്. നെടുമങ്ങാട് അതിൽ നമ്മൾ വരുമ്പോൾ ട്രാൻസ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഇത് ഞങ്ങൾ വലിയ ടൗണാണെന്ന് വെച്ചിട്ടാണ് ഇറങ്ങി വന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ ഇത് കുഞ്ഞൊരു സ്ഥലമായിരുന്നു. അയ്യോ എന്തൊരു ഉറപ്പ് വഴിക്കടെ തുറന്നടച്ചിട്ടാണല്ലോ പോണ ചേട്ടൻ. ഇനി നമുക്ക് 8 മണി വരെ സമയത്തിലായിരിക്കും. 8 മണിയൊന്നും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പോരെ. കപ്പലണ്ടി കഴിഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി മേടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കുടിക്കാം. അത് പറ്റി കുറച്ച് കപ്പലണ്ടി മേടിച്ചിട്ട് കേട്ടോ. 10 കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട്. 10 കപ്പലണ്ടി മേടിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. ഫുള്ള് വയറ് നിറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. കുറേ നേരം ഇയാൾ റോട്ടിൽ കിടന്ന് സർക്കസ് കാണിക്കുന്നു. ആ വല്ല സ്കൂട്ടുകാർ വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടും. പോടാ അങ്ങോട്ട് പോടാ. അയ്യോ ഞാനാണ് റോട്ടിലേക്ക് അയച്ചു വിട്ടത്. ഇവിടെ അങ്ങനെ തന്നെ പോക്കോ അങ്ങോട്ട് പോ. അയ്യോ അത് കളഞ്ഞാന്ന് കൊണ്ടല്ലോ. ആവശ്യം വരുമോ കല്ലിഞ്ചൻ?
മൊയ്തീൻ്റെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ടുള്ളതാ. ഇനി ഞങ്ങളുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണിയായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. കിടന്ന് ഉറങ്ങാൻ പോകുന്ന അടിപൊളിയായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സമയമുണ്ട്. ഉച്ചയായിട്ടുള്ള ഊണ് കഴിഞ്ഞാൽ ക്ഷീണത്തിന് അങ്ങോട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം എടുത്ത് പോകാം. അതന്നെ ഉച്ചറക്കം നല്ല ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സംഭവം ചെയ്ത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ 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 ബൈ.